ആരാകും മുഖ്യമന്ത്രി? മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഡൽഹിയിൽ നിർണായക ചർച്ചകൾ അല്പസമയത്തിനകം. വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് എന്നിവർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയ്ക്ക് സമയം ലഭിച്ചിട്ടില്ലെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെയും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെയും പ്രതികരണം. വലിയ ബഹളവും ഐക്യദാർഢ്യ മാർച്ചൊക്കെ ആയിരുന്നു. അങ്ങോട്ട് പോട്ടെ. ഇവിടെ ഇന്നലെ പ്രസിഡന്റ് വന്നപ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധം പോലെയുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു. സ്വീകരണമാണോ കിട്ടിയത്? വിവരങ്ങളുമായി ഡൽഹിയിലെ കേരള ഹൗസിന് മുന്നിൽ നിന്നും വിനീത VG, KC വേണുഗോപാലിന്റെ വസതിക്ക് സമീപം നിന്ന് അർജുൻ പീതാംബരൻ, തിരുവനന്തപുരത്ത് നിന്ന് R ശ്രീജിത്ത് എന്നിവർ ചേരുന്നു. ആദ്യം വിനീത VGയിലേക്ക്. വിനീത VG, കേരള ഹൗസ് ഇപ്പോൾ നേതാക്കളാൽ നിറഞ്ഞിരിക്കുകയായിരിക്കും. പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഒരുപക്ഷെ കേരള ഹൗസിന് സമീപത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് കേരള ഹൗസിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? തീർച്ചയായും ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നേതാക്കളൊക്കെ തന്നെ കേരള ഹൗസിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി രമേശ് ചെന്നിത്തല ഡൽഹിയിലേക്ക് എത്തിയിരുന്നുവെങ്കിലും അദ്ദേഹം ഇന്ന് രാവിലെയോടുകൂടിയാണ് കേരള ഹൗസിലേക്ക് എത്തിയിരിക്കുന്നത്. വി ഡി സതീശൻ കേരള ഹൗസിലുണ്ട്. 1-ാം നിലയിലെ 104-ാം നമ്പർ മുറിയിലാണ് വി ഡി സതീശനുള്ളത്. തൊട്ട് മുകളിലുള്ള 2-ാം നിലയിൽ രമേശ് ചെന്നിത്തലയുണ്ട്. ചില നേതാക്കളൊക്കെ ഇവിടെ എത്തുകയും അവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ വസതിയിൽ തന്നെയാണുള്ളത്. എല്ലാവരും കാത്തിരിക്കുന്നത് ഹൈക്കമാൻഡിന്റെ ആ സമയത്തിന് വേണ്ടി എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇന്ന് കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നും ഒപ്പം തന്നെ ഇന്നത്തെ യോഗത്തിൽ വിളിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ആ സമയം എപ്പോഴാണ് എന്ന കാര്യം നേതൃത്വം അറിയിച്ചിട്ടില്ല. വിളിച്ചാൽ അപ്പോൾ തന്നെ ഞങ്ങൾ പോയി ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് രമേശ് ചെന്നിത്തലയുമായി അല്പസമയം മുൻപ് നമ്മൾ സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നേതാക്കളോട് ഇന്ന് ഇവിടെ ഡൽഹിയിലേക്ക് എത്തിച്ചേരാനാണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതനുസരിച്ചാണ് ഇവിടേക്ക് വന്നതെന്നാണ് അവർ പറയുന്നത്. ഏതാണെങ്കിലും അധികം വൈകാതെ തന്നെ ആ ഒരു യോഗത്തിലേക്ക്, ആ ഒരു കൂടിക്കാഴ്ചയിലേക്ക് അടക്കം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.